ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഫിസിക്സിലെ ഏറ്റവും അവസാനത്തെ ചാപ്റ്ററാണ് വേവ് മോഷൻ. അപ്പം നമ്മൾ നോക്കല്ലേ, വേവ് ആദ്യം ഇതിൻ്റെ ബേസിക് കുറച്ച് പറഞ്ഞുതരാം. വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ കുട്ടി വെള്ളത്തിൽ ഓളങ്ങൾ ഉണ്ടാക്കുന്നത് കാണുന്നില്ലേ അല്ലേ, അതൊരു വേവാണ്. അപ്പോൾ ആ തോണി എങ്ങനെയാണ് മൂവ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ നമ്മളൊരു പാത്രത്തിലേക്ക് കല്ലിട്ട് കഴിഞ്ഞാൽ ഓളങ്ങളുണ്ടാവും അല്ലേ. ആ ഓളങ്ങൾ ഉണ്ടായിട്ട് എന്ത് ചെയ്യും, അത് പാത്രത്തിൻ്റെ എല്ലാ വശങ്ങളിലേക്കും അത് എന്ത് ചെയ്യും, പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് ആ ഓളങ്ങൾ എന്ന് പറയുന്നത് ഒരു വേവാണ്. അതുപോലെ തന്നെ സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടാകും. സൗണ്ട് ഒരു വേവാണ്. ലൈറ്റ് നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്, അതൊരു വേവാണ്. അപ്പോൾ എന്താണ് ഈ വേവ് മോഷൻ? നിങ്ങൾക്കറിയാവുന്ന കുറച്ച് വേവുകൾ. വേവ് ഫോംഡ് ഓൺ എ വാട്ടർ സർഫേസ് നമ്മൾ കണ്ടു. റേഡിയോ വേവ്, നമ്മളെ റിമോട്ടിൻ്റെയും വൈഫൈയുടെയും ഒക്കെ സിഗ്നൽ വരുന്നത് വേവ്സാണ്. ലൈറ്റ് വേവ്, ലൈറ്റ് ഒരു വേവാണ്. സൗണ്ട് വേവ്, അതൊരു വേവാണ്. അപ്പോൾ ഇതിലൊക്കെ വേവ് എന്താണ് എന്നുള്ളത് രണ്ട് രീതിയിൽ പറയാം. നമ്മൾ കല്ലിടുമ്പോൾ കല്ല് വീണോടുത്ത് ഒരു എനർജി ഉണ്ടാകും. ആ വെള്ളത്തിലേക്ക് കല്ലിടുന്ന കാര്യം കേട്ടോ പറയുന്നത്. കല്ല് വീണോടുത്ത് ഒരു എനർജി ഉണ്ടാകും. ആ എനർജി പാത്രത്തിൻ്റെ അല്ലെങ്കിൽ ആ വെള്ളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും സ്പ്രെഡ് ചെയ്ത് പോകുന്ന പ്രോസസ്സിനെയാണ് വേവ് മോഷൻ എന്ന് നമ്മൾ പറയാം. ഇറ്റ് ഈസ് ദ എനർജി ട്രാൻസ്ഫറിങ് മെത്തേഡാണ്. അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാകുമ്പോൾ ആ ഡിസ്റ്റർബൻസ് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് പോകുന്ന പ്രോസസ്സിനെയാണ് വേവ് മോഷൻ എന്ന് പറയാം. ഇനി വേവ് മോഷന് പല രീതിയിലുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഈ വേവുകളുടെ കൂട്ടത്തിൽ ചില വേവുകൾക്ക് മീഡിയം നെസസറിയാണ്, മീഡിയം നിർബന്ധമാണ്. ചിലതിനാണെങ്കിലോ മീഡിയം ഉണ്ടായാലും കുഴപ്പമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനെയുള്ള കുറച്ച് വേവ്സ് ഉണ്ട്. നമ്മൾ നോക്കാം ആർക്കൊക്കെ മീഡിയം വേണമെന്നുള്ളത് നമ്മൾ നോക്കാം കേട്ടോ. വേവ് ഫോംഡ് ഓൺ ദ വാട്ടർ സർഫേസ്. വാട്ടർ സർഫേസിൽ വേവ് ഉണ്ടായാലേ നമുക്കറിയാം അതിൽ വാട്ടർ ഇല്ലാണ്ട് അത് പോകില്ലല്ലോ. അപ്പോൾ അവിടെ എന്ത് വേണം, മീഡിയം നിർബന്ധമാണ്. അതുപോലെ തന്നെ സൗണ്ട് 8ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യണമെങ്കിൽ മീഡിയം നിർബന്ധമാണ് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ സൗണ്ടിനും എന്ത് വേണം, മീഡിയം വേണം. അതേ സ്ഥാനത്ത് ഇപ്പുറത്തോ മീഡിയം ഇല്ലാത്ത രണ്ടാൾക്കാരെ പേര് പറയാൻ പറഞ്ഞാൽ നമുക്കൊന്ന് റേഡിയോ വേവ് പറയാം, രണ്ടാമത്തെ സൺലൈറ്റ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ സൺലൈറ്റ് വരുന്നത് എവിടെ നിന്നാണ്? ബഹിരാകാശത്തു കൂടെയൊക്കെ സഞ്ചരിച്ചിട്ടല്ലേ സൺലൈറ്റ് വരുന്നത്. അപ്പോൾ അതിന് അവിടെ എന്തിൻ്റെ ആവശ്യമില്ല, മീഡിയത്തിൻ്റെ ആവശ്യമില്ല അല്ലേ. അപ്പോൾ ഈ മീഡിയം ആവശ്യമുള്ള വേവുകളുണ്ട്, മീഡിയം ആവശ്യമില്ലാത്ത വേവുകളുണ്ട് അല്ലേ. ഇതിന് രണ്ടിനും ഓരോ പേരുണ്ട്. മീഡിയം ആവശ്യമുള്ള വേവുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ്, മീഡിയം നീഡഡ് ആയിട്ടുള്ള വേവുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെക്കാനിക്കൽ വേവ് എന്നാണ് വിളിക്കുക. മീഡിയം ആവശ്യമുണ്ടെങ്കിൽ എന്താ വിളിക്കുക, മെക്കാനിക്കൽ വേവ് എന്നാണ് നമ്മളതിനെ വിളിക്കുക. അതേ സ്ഥാനത്ത് മീഡിയം നെസസറി അല്ലാത്ത വേവുകളുണ്ടല്ലോ, മീഡിയം നെസസറി അല്ലാത്ത ആ വേവുകളെ നമ്മൾ പറയാറുള്ളത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്നാണ്. എന്താ പറയുക, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. അപ്പോൾ തൽക്കാലം ഈ ചാപ്റ്ററിൽ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനെ കുറിച്ചൊന്നും പറയുന്നില്ല, പകരം മെക്കാനിക്കൽ വേവിനെ കുറിച്ച് മാത്രം 2-3 വാക്കുകൾ പറഞ്ഞിട്ട് നമുക്ക് ഈ ചാപ്റ്റർ തീരും. അപ്പോൾ നമ്മൾ നോക്കാം. മെക്കാനിക്കൽ വേവിനെ 2 ടൈപ്പാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഒന്ന് ട്രാൻസ്വേഴ്സ് വേവും രണ്ടാമത്തത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവുമാണ്. ട്രാൻസ്വേഴ്സ് വേവ് എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇവിടെ നിങ്ങൾ കാണുന്നുണ്ട്, ഒരു കയറ് കെട്ടിയിട്ട് കയറിങ്ങനെ ഇളക്കുമ്പോൾ അതൊരു പാമ്പ് പോകുമ്പോൾ അങ്ങനെ പോയിട്ടുണ്ട് അല്ലേ. നോക്കി നിങ്ങൾ, ഇങ്ങനെയുള്ള വേവിനെയാണ് നമ്മൾ ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയാം. അവിടെ റിബണും കൂടി കെട്ടിയിട്ടുണ്ട്. ആ റിബണ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നുണ്ടാവുക? റിബൺ അവിടെ ഇങ്ങനെ കെട്ട് നീങ്ങിയിട്ട് എന്താ പറയുക, ഒരറ്റത്തേക്ക് നീങ്ങിപ്പോവുമോ? ഇല്ല. ആ റിബൺ അവിടെ തന്നെ നിന്നിട്ട് എന്ത് ചെയ്യും, മുകളിലേക്കും താഴേക്കും മാത്രം ഇങ്ങനെ സഞ്ചരിക്കും അല്ലേ, വൈബ്രേറ്റ് ചെയ്യുക എന്ന് പറയാം. മുകളിലേക്കും താഴേക്കും മാത്രം ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും. പക്ഷേ ആ വേവിൻ്റെ എനർജി നമ്മൾ ആ കയറിൻ്റെ ഒരറ്റത്തു നിന്നല്ല എങ്ങനെ ആക്കിയത് അല്ലേ, പിടിച്ചാക്കിയത് ഒരറ്റത്തു നിന്നല്ലേ. പിടിച്ചാക്കിയപ്പോൾ ആ ആക്കുന്ന എനർജി അതിൻ്റെ മറ്റേ അറ്റത്തേക്ക് വരെ എത്തിയിട്ടുണ്ട് അല്ലേ. അങ്ങനെയുള്ളതിനെയാണ് എനർജി
ട്രാൻസ്ഫറിങ് ആണ് വേവിലൊക്കെ നടക്കുന്നത്. പക്ഷേ ഇവിടെ എനർജി ട്രാൻസ്ഫറിങ് ചെയ്യുന്നതിൻ്റെ, വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിൻ്റെ പെർപെൻഡിക്കുലറായിട്ടാണ് അതിലെ മീഡിയത്തിലെ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള വേവ്സിനെയാണ് എ ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയുക. എ ട്രാൻസ്വേഴ്സ് വേവ് ഈസ് എ വേവ് ഇൻ വിച്ച് പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം വൈബ്രേറ്റ് ഇൻ എ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദ വേവ്. ഓക്കെ, അപ്പോൾ അതാണ് ട്രാൻസ്വേഴ്സ് വേവ്. ഇതെന്താണെന്നുള്ളത് നോട്ടിൽ നിങ്ങൾ എഴുതണം കേട്ടോ. നെക്സ്റ്റ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേവ്സ്. വേവിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഈ ട്രാൻസ്വേഴ്സ് വേവിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഒന്നാമത് ആംപ്ലിറ്റ്യൂഡാണ്. എന്താണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ? ആംപ്ലിറ്റ്യൂഡ് ഈസ് ദ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എ പാർട്ടിക്കിൾ ഫ്രം ഇറ്റ്സ് മെയിൻ പൊസിഷൻ. ദിസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ എ. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിവിടെ നോക്ക്, ആ 1 എന്നിട്ടോടുന്ന് നേരെ മുകളിലേക്ക് ഒരു ഡോട്ട് ലൈൻ വരച്ചിട്ടില്ലേ? ആ ഡോട്ട് ലൈനിൻ്റെ നീളമാണ് ആംപ്ലിറ്റ്യൂഡ്, മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ്. അതിനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുക. അതുപോലെ 3-ൽ നിന്നും സിയിലേക്ക് വരച്ചൊരു ലൈന് കണ്ടോ? അതാണ് ആംപ്ലിറ്റ്യൂഡ്. അതല്ലെങ്കിൽ 5-ൽ നിന്നും ഇയിലേക്ക് വരച്ച ലൈന് കണ്ടോ? 9-ൽ നിന്നും ഐയിലേക്ക് വരച്ച ലൈന്, 13-ൽ നിന്നും എമ്മിലേക്ക് വരച്ച ലൈന്, ഇതൊക്കെയാണ് ആ ലൈനിൻ്റെ ലെങ്ത് ആണ് ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, അതാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ്, വേവ് ലെങ്ത്ത്. വേവ് ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ പേര് തന്നെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു വേവിന് എത്ര നീളമുണ്ടെന്നാണ്. അത് പറയുമ്പോഴാണ് ഒരു വേവ് എന്താണെന്നറിയണ്ടേ. ഒരു വേവ് എന്ന് പറഞ്ഞാൽ അവിടെ ഈ വേവിൽ ഉയർന്നു നിൽക്കുന്ന ഒരു ഭാഗം കാണുന്നുണ്ട്, അതുപോലെ താഴ്ന്നു നിൽക്കുന്ന ഭാഗം, വീണ്ടും ഉയർന്നത്, വീണ്ടും താഴത്തേക്ക്, വീണ്ടും മുകളിലേക്ക്, അങ്ങനെ ഒരു മുകളിലേക്കുള്ളതും ഒരു താഴത്തേക്കുള്ളതും കൂടി കൂടിച്ചേർന്നതാണ് ഒരു വേവ് എന്ന് പറയാം. ഒരു മുകളിലേക്കുള്ളതും ഒരു താഴത്തേക്കുള്ളതും കൂടി കൂടിച്ചേർന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഒരു വേവ് എന്ന് പറയാം. അതിൽ മുകളിലേക്കുള്ളതിന് നമ്മൾ വിളിക്കുന്നൊരു പേരുണ്ട്, ആ ഭാഗത്തിനെ മാത്രം വിളിക്കാൻ പറ്റുന്ന പേരാണ് ക്രസ്റ്റ് എന്ന് വിളിക്കുക. പിന്നെ താഴത്തേക്കുള്ളതിനെ മാത്രം നമുക്ക് ട്രഫ് എന്നും വിളിക്കാൻ പറ്റും. അപ്പോൾ ഇനി ഇവിടെ നമ്മൾ വായിച്ചു നോക്കുക, എന്താണ് വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ? ഒരു ഡെഫിനിഷൻ നമുക്ക് പറയാം, അവിടെ 0 മുതൽ 4 വരെയുള്ള ഡിസ്റ്റൻസ് ഇല്ലേ, അപ്പോഴല്ലേ ഒരു വേവ് കംപ്ലീറ്റ് ആവുന്ന, ഒരു മുകളിലേക്കും താഴത്തേക്കും, അതൊരു വേവ് ലെങ്ത്താണ്. അതല്ലെങ്കിൽ നമുക്ക് രണ്ടാമതായിട്ട് ഒരു രീതിയിലും കൂടി അതിനെ പറയാൻ പറ്റും. ഇവിടെ എന്താണ് നമ്മൾ ഡെഫിനിഷൻ എന്താണെന്ന് വായിച്ചു നോക്കാം. വേവ് ലെങ്ത് ഈസ് ദ ഡിസ്റ്റൻസ് അഡ്വാൻസ്ഡ് ബൈ ദ വേവ് ബൈ ദ ടൈം എ പർട്ടിക്കുലർ കംപ്ലീറ്റ് വൺ വൈബ്രേഷൻ. ഒരു വൈബ്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ നമ്മൾ പറഞ്ഞതാണ്. ദിസ് ഈസ് ഈക്വലൻ ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കൺസിക്യൂട്ടീവ് പാർട്ടിക്കിൾസ് വിച്ച് ആർ ഇൻ ദ സെയിം ഫേസ് ഓഫ് വൈബ്രേഷൻ. അപ്പോൾ ഈ വേവ് ലെങ്തിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ നോക്കിക്കോളൂ, ലാംഡ എന്ന് പറയുന്ന ലെറ്ററാണ് യൂസ് ചെയ്യുക. വേവ് ലെങ്തിൻ്റെ യൂണിറ്റ് മീറ്റർ തന്നെയാണ്. വേവ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഡെഫിനിഷൻ പറയുന്നത് ഒരേ ഫേസിലുള്ള, ഒരേ ഫേസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരേ ഫേസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരേ ഫേസിലുള്ള എ മുതൽ ഇ വരെ എന്ന് പറയുമ്പോൾ എയും ഇയും നിങ്ങൾ നോക്കി ഒരേ ലെവൽക്കല്ലേ നിൽക്കുന്നത്. അങ്ങനെയുള്ള പോയിന്റുകളെയാണ് സെയിം ഫേസിലുള്ള പോയിന്റുകൾ നമ്മൾ പറയുക. അതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത് ലാംഡ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. ഓക്കെ, അപ്പം അങ്ങനെ അത് തന്നെയാണ് വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അതായത് അതും 4 സെൻറ്റിമീറ്ററിനായിരിക്കും. കാരണം നമ്മൾ നോക്കൂ, 0 മുതൽ 4 വരെയുള്ളത് ഒരു വേവ് ആണെന്ന് പറഞ്ഞു. വേവ് ലെങ്ത് 4 സെൻറ്റിമീറ്റർ നിങ്ങൾക്ക് കിട്ടി. 1 മുതൽ 5 വരെയാണ് നമുക്ക് അടുത്തത് വരുന്നത്. അതിൻ്റെ ലെങ്ത്ത് കണ്ടാൽ തന്നെ അറിയാം, 1 to 5 എന്ന് പറയുമ്പോൾ എത്രയുണ്ട് ലെങ്ത്ത്? 4 സെൻറ്റിമീറ്റർ തന്നെയാണ് അല്ലേ. അപ്പോൾ വേവ് ലെങ്ത്ത് 4 സെൻറ്റിമീറ്റർ ആണ് എന്നുള്ളത് കൺഫേം ആയി. ഓക്കെ, താഴെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ എഴുതാൻ നോക്കുക കേട്ടോ. എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ എഴുതാൻ പറ്റുന്നുണ്ടോ നോക്കുക. നെക്സ്റ്റ്, പീരീഡ് ഓഫ് എ വേവ് ഇസ് ദ ടൈം ടേക്കൺ ഫോർ എ പാർട്ടിക്കിൾ ഇൻ എ മീഡിയം ടു മേക്ക് വൺ കംപ്ലീറ്റ് വൈബ്രേഷൻ. ഒരു വൈബ്രേഷൻ കംപ്ലീറ്റ് ആക്കാൻ വേണ്ട സമയത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പീരീഡ് ഓഫ് എന്ന് വിളിക്കുക. ഈ പീരീഡിനെ നമ്മൾ ടി എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യും. പീരീഡിൻ്റെ യൂണിറ്റ് സെക്കൻഡാണ്. നെക്സ്റ്റ്, ഫ്രീക്വൻസിക്ക് നമ്മൾ എഫ് കൊടുക്കാറുണ്ട്. അതേപോലെ മ്യൂ എന്ന് പറയുന്ന ലെറ്റർ ഉണ്ട്. നമ്മൾ +2 എത്തുമ്പോൾ നമ്മൾ മ്യൂ എന്നാണ് കൊടുക്കുക. ഇപ്പോൾ തൽക്കാലം എഫ് എന്ന് കൊടുക്കുക. ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഫ്രീക്വൻസി ഈസ് ദ നമ്പർ ഓഫ് വൈബ്രേഷൻസ് ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡ് കൊണ്ടുണ്ടാകുന്ന വൈബ്രേഷൻസിൻ്റെ എണ്ണത്തിനെയാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയാം. ഫ്രീക്വൻസിയെ എഫ് എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യും. അത് കാണാനുള്ള ഇക്വേഷനാണ് നമ്പർ ഓഫ് വൈബ്രേഷൻസ് ബൈ ടൈം. ഫ്രീക്വൻസി കാണാൻ ടൈം പീരീഡിൻ്റെ റെസിപ്രോക്കൽ ആയിരിക്കും ഫ്രീക്വൻസി വരിക. 2 ഇക്വേഷൻ ഉണ്ട്. 1/t ചെയ്താൽ ഫ്രീക്വൻസിയാണ്, അതേപോലെ തന്നെ n/t ചെയ്താലും ഫ്രീക്വൻസിയാണ്. n/t എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് വൈബ്രേഷൻസ് ബൈ ടൈം. നെക്സ്റ്റ് സ്പീഡ് ഓഫ് വേവ്. സ്പീഡ് കാണാനുള്ള ഇക്വേഷനാണ് എഫ് ഇൻറ്റു ലാംഡ എന്നുള്ളത്. എഫ് ഇൻറ്റു ലാംഡ. എഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രീക്വൻസി. ലാംഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേവ് ലെങ്ത്. രണ്ടും കൂടി ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ വേവിന് എത്ര സ്പീഡ് ഓഫ് വേവിനെ കിട്ടും. വി എന്നുള്ള ലെറ്റർ കൊണ്ടാണ് റെപ്രസെൻ്റ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചെയ്യാൻ നോക്കാം കേട്ടോ. ഓക്കെ, ഇവിടെ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ഈ 2 പിക്ചറിലെ ഏതിനാ ഫ്രീക്വൻസി കൂടുതൽ? വേവ് ലെങ്ത് ആർക്കാണോ കുറവുള്ളത് അയാൾക്ക് ഫ്രീക്വൻസി കൂടുതലായിരിക്കും. വേവ് ലെങ്ത് കുറയുമ്പോൾ ഫ്രീക്വൻസി കൂടാണ് ചെയ്യുക. വേവ് ലെങ്ത് കുറയുമ്പോൾ ഫ്രീക്വൻസി കൂടാണ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ട്രാൻസ്വേഴ്സ് വേവിനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് പറയുമ്പോൾ നമ്മളൊരു സ്പ്രിങ് എടുത്തു കഴിഞ്ഞാൽ, ഒരു സ്ലിങ്കി എടുത്തു കഴിഞ്ഞാൽ, സ്ലിങ്കി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചിത്രത്തിൽ കാണുന്നതാണ് സ്ലിങ്കി. അവിടെ ഈ പാർട്ടിക്കിൾസിൻ്റെ വൈബ്രേഷനും അതുപോലെ തന്നെ വേവിൻ്റെ പ്രൊപ്പഗേഷനും സെയിം ഡയറക്ഷനിലായിരിക്കും. അങ്ങനെയുള്ള വേവ്സിനെയാണ് നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് പറയാം. എ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ഈസ് എ വേവ് in which particles of the medium vibrate in a direction parallel to the direction of propagation of wave. Parallel to the direction of propagation of wave ആണെങ്കിൽ പാർട്ടിക്കിൾസിൻ്റെ വൈബ്രേഷനും അതുപോലെ തന്നെ വേവിൻ്റെ പ്രൊപ്പഗേഷനും പാരലൽ ആണെങ്കിൽ അതിനെയാണ് നമ്മളെന്ത് വിളിക്കുക? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് വിളിക്കുക. This create compressions and rarefactions alternatively in the medium. അവിടെ നിങ്ങൾ ഇതിൽ കാണുന്നുണ്ട്, ഒന്ന് കംപ്രസ് ചെയ്ത് നിൽക്കുന്ന ഭാഗം, പ്രഷർ കൂടിയൊരു ഭാഗവും പ്രഷർ കുറഞ്ഞൊരു ഭാഗം ഉണ്ടല്ലോ. പ്രഷർ കൂടിയ ഭാഗത്തിനെയാണ് നമ്മൾ കംപ്രഷൻസ് എന്ന് പറയാം. പ്രഷർ കുറഞ്ഞ ഭാഗത്തിനെയാണ് നമ്മൾ റാരിഫ്രാക്ഷൻസ് പറയാം. സാധാരണ നമ്മൾ പറയുന്ന സൗണ്ടും ഒക്കെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവാണ്. നോക്കി നിങ്ങൾ ട്യൂണിംഗ് ഫോർക്ക് ഉപയോഗിച്ചുകൊണ്ട് കംപ്രഷൻസും റാരിഫ്രാക്ഷൻസ് സി ആർ എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. സി എന്നുള്ളത് കംപ്രഷൻസ് ആണ്, ആർ എന്നുള്ളത് റാരിഫ്രാക്ഷൻസ് ആണ്. അതാണ് ചിത്രത്തിൽ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ട്രാൻസ്വേഴ്സ് വേവിൻ്റെയും ലോഞ്ചിറ്റ്യൂഡിനൽ വേവിൻ്റെയും കുറച്ച് പ്രത്യേകതകൾ ചിത്രം കണ്ടല്ലോ. ട്രാൻസ്വേഴ്സ് വേവ് പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ഇൻ എ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ് ആണ്. രണ്ടാമത്തെ പോയിന്റ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവിലെ രണ്ടാമത്തെ പോയിന്റ് എന്താ? പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ഇൻ എ ഡയറക്ഷൻ പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ് ആണ്. ഇനി ലോഞ്ചിറ്റ്യൂഡിനൽ വേവിലെ മൂന്നാമത്തെ പോയിന്റ് അവിടെ പറഞ്ഞിട്ടുണ്ട്, കംപ്രഷൻസ് ആൻഡ് റാരിഫ്രാക്ഷൻസ് ആർ ഫൗണ്ട്. മറ്റോടത്ത് ഉയർന്നു നിൽക്കുന്ന ഭാഗത്തിനും താഴ്ന്നു നിൽക്കുന്ന ഭാഗത്തിനും നമ്മൾ ഓരോ പേര് പറഞ്ഞില്ലേ. ഉയർന്നു നിൽക്കുന്ന ഭാഗത്തിന് നമ്മൾ എന്താ പറഞ്ഞത്? ക്രസ്റ്റ് ആൻഡ് ട്രഫ്. TROUGH ട്രഫ്, OUGH കേട്ടോ. TROUGH അതാണ് ട്രഫ്. ക്രസ്റ്റ്, CREST ക്രസ്റ്റ് ആൻഡ് ട്രഫ് ആർ ഫോംഡ്. ഓക്കെ, ഇതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇതോടുകൂടി ആ വേവുകളെ കുറിച്ചുള്ളത് കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്കിതിലുള്ള ടോപ്പിക്കാണ് സൗണ്ട്. സൗണ്ട് എന്ന് പറഞ്ഞാൽ ഏത് വേവാണ്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവാണ്. വേവ് ലെങ്ത് ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. വേവിൻ്റെ ആ ലോഞ്ചിറ്റ്യൂഡിനൽ വേവിനെ മുകളിൽ കാണുന്ന കംപ്രഷൻസ് റാരിഫ്രാക്ഷൻസ് നിങ്ങൾ കണ്ടല്ലോ. അത് നമ്മൾ വരയ്ക്കുന്ന ഗ്രാഫാക്കിയിട്ട് വരയ്ക്കുമ്പോൾ ട്രാൻസ്വേഴ്സ് വേവിൻ്റെ രൂപത്തിലേക്ക് മാറ്റിയിട്ടാണ് ഗ്രാഫാക്കിയിട്ട് നമ്മൾ വരയ്ക്കാറുള്ളത്. ഗ്രാഫാക്കിയിട്ട് നമ്മൾ വരയ്ക്കുമ്പോൾ ഇങ്ങനെയാണ് വരയ്ക്കുക. ഓക്കെ, സ്പീഡ് ഓഫ് സൗണ്ട് ഒക്കെ പറയുന്നുണ്ട്. സ്പീഡ് ഓഫ് സൗണ്ടിൻ്റെ കാര്യം കൂടി നമുക്ക് പറയാം. നമ്മൾ 8ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്, എല്ലാ സോളിഡിൽ കൂടെയും ലിക്വിഡിൽ കൂടെയും ഗ്യാസിൽ കൂടെയും സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യും, സൗണ്ട് പോകും അല്ലേ. ഇതിൽ ഏറ്റവും കൂടുതൽ സ്പീഡ് സൗണ്ടിന് ഉണ്ടാവൽ ഏതിൽ കൂടെ ട്രാവൽ ചെയ്യുമ്പോഴാണെന്ന് അറിയോ നിങ്ങൾ? സോളിഡിൽ കൂടെ പോകുമ്പോഴാണ്. നിങ്ങൾ നോക്കി, ഓരോ സൗണ്ടിൻ്റെ സ്പീഡും ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ ഏതിൽ കൂടെ? ഏറ്റവും കൂടുതൽ 6420 കാണിക്കുന്നത് എവിടെയാണ്? സോളിഡിലാണ്, അലുമിനിയത്തിലാണ്, പിന്നെ സ്റ്റീലിലാണ്.
അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ലിക്വിഡിന് ഏറ്റവും കുറവ് സ്പീഡാണ് ഗ്യാസിലൂടെ പോകുമ്പോൾ ഉണ്ടാവുക അല്ലേ. എയറിലൂടെ പോകുന്ന സ്പീഡ് എത്രയാണ്? 343 ആണ്, 343. നമ്മൾ റൗണ്ട് ആക്കിയിട്ട് 340 ആക്കിയിട്ട് എടുക്കാറൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ടെമ്പറേച്ചറും സൗണ്ടിൻ്റെ സ്പീഡും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത്. സ്പീഡ് ഓഫ് സൗണ്ട് ചേഞ്ചസ് അലോങ് വിത്ത് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ മാറുമ്പോൾ സ്പീഡ് ഓഫ് സൗണ്ടും എന്ത് ചെയ്യും? മാറും. Will travel whatever be the media when the temperature rises. Speed of sound through it also increases. Temperature കൂടുമ്പോൾ സൗണ്ടിൻ്റെ സ്പീഡും കൂടും. ഫോർ എക്സാമ്പിൾ, in the case of air, sound travel with a speed 331 meter per second at 0 degrees Celsius. When the temperature become 20 degrees Celsius, speed of sound will rises to 343 meter per second. 25 ആകുമ്പോൾ 346 മീറ്റർ പെർ സെക്കൻഡായി. അങ്ങനെ സൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്, നമുക്കറിയാം സൗണ്ട് എവിടെയെങ്കിലും തട്ടിയാൽ നമുക്കത് എക്കോ ആയിട്ട് കേൾക്കാൻ പറ്റും, അല്ലെങ്കിൽ അവിടെ തട്ടിയിട്ട് തിരിച്ചു വരും അല്ലേ. അപ്പോൾ ഇതിനെയാണ് റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് എന്ന് പറയാം. മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ, നമ്മൾ ഏതെങ്കിലും ഒരു പുതിയ റൂമിൻ്റെ ഉള്ളിലൊക്കെ പോയിട്ട് സൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ സൗണ്ട് കുറേ പ്രാവശ്യം ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യൂലേ. റൂം ഇവിടെ നോക്കി ഇങ്ങനെ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്, മുകളിൽ തട്ടി താഴെ ചുമലിൽ തട്ടി വീണ്ടും തറയിൽ തട്ടി മുകളിലേക്ക്, അങ്ങനെ ഒരുപാട് പ്രാവശ്യം റിഫ്ലക്റ്റ് ചെയ്യുന്നതിനെയാണ് സൗണ്ട് ഗെറ്റ് റിഫ്ലക്റ്റഡ് റിപ്പീറ്റഡ്ലി ഫ്രം ഡിഫറെൻറ്റ് ഒബ്ജക്റ്റ്. മൾട്ടിപ്ലൈ ഈസ് കോൾഡ് മൾട്ടിപ്ലൈ റിഫ്ലക്ഷൻ, മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ. അങ്ങനെ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ സൗണ്ട് കൂടുകയൊക്കെ ചെയ്യും കേട്ടോ. മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഉണ്ടാക്കുന്ന ഡിവൈസസ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെയുണ്ട്? ദ ഡിവൈസസ് ലൈക്ക് മെഗാഫോൺ, ഹോൺ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് like Shehnai, trumpet are made such a way that sound is produced from them travel in a certain direction only without spreading to other direction. In such devices is a conical shaped open end which enable the reflected sound to travel in a particular direction alone, the enabling us to hear it louder. ഇവിടെ ഇതിൻ്റെയൊക്കെ മുൻഭാഗങ്ങൾ കണ്ടല്ലോ, ഒരു പ്രത്യേക ഷേപ്പല്ല. ആ ഷേപ്പ് ഉണ്ടാക്കിയതിന് വേണ്ടിയിട്ടാണ്, ഒരു സൈഡിലേക്ക് ഒരു ഭാഗത്തേക്ക് മാത്രം സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്റ്റെതസ്കോപ്പ് help us to detect beats of in our body, especially the heart beat. ഹാർട്ട് ബീറ്റൊക്കെ മെഷർ ചെയ്യാനുള്ള സാധനമാണ് സ്റ്റെതസ്കോപ്പ് എന്ന് പറയുന്നത്. ഡോക്ടേഴ്സൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ദ സീലിങ്സ് ഓഫ് എ ഹാൾ ആർ ഗിവൺ ഇൻ എ കർവേച്ചർ. നമ്മൾ തിയേറ്ററിൻ്റെയോ അല്ലെങ്കിൽ ഹാളിൻ്റെയോ ഒക്കെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ അത് ഒരു കർവേച്ചർ ഷേപ്പായിരിക്കും. അതെന്തിനാണ്? സൗണ്ടിൽ റിഫ്ലക്ഷൻ നടക്കാൻ വേണ്ടിയിട്ടാണ്. ചിത്രം അവിടെ കാണുന്നുണ്ട്. സൗണ്ട് ബോർഡുകൾ, ഗിത്താറ്, വീണ പോലുള്ള സംഭവത്തിലൊക്കെ സൗണ്ട് പുറത്തേക്ക് വരുന്നത് സൗണ്ട് ബോർഡുകളിൽ നിന്നാണ്. ആ സൗണ്ട് ബോർഡിലും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് മൾട്ടിപ്പിൾ റിഫ്ലക്ഷനാണ്. നെക്സ്റ്റ് ആണ് റിവർബ്രേഷൻ. നമ്മളിങ്ങനെ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ക്ലാസ് റൂമിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കുറേ സൗണ്ടുകൾ ഒരുമിച്ച് നമ്മൾ കേൾക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? ഒന്നും മനസ്സിലാവില്ലല്ലോ, ഒന്നും മനസ്സിലാവില്ല. ഒന്നായിട്ടിങ്ങനെ നമ്മളെ ചെവിയിൽ വന്നിട്ട് ഇങ്ങനെ എന്നിട്ടൊരു മൂളക്കം മാത്രം കേൾക്കാൻ പറ്റും. അങ്ങനെ കേൾക്കുന്നതിനെയാണ് റിവർബ്രേഷൻ എന്ന് പറയാം. റിവർബ്രേഷൻ ഈസ് ദ പെർസിസ്റ്റൻസ് ഓഫ് സൗണ്ട് ആസ് എ റിസൾട്ട് ഓഫ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ. എന്താ ഈ പെർസിസ്റ്റൻസ് ഓഫ് സൗണ്ട് എന്ന് പറഞ്ഞാൽ? പെർസിസ്റ്റൻസ് ഓഫ് ഓഡിയബിലിറ്റി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഒന്ന് കേൾക്കാം. ദ സെൻസേഷൻ ഓഫ് ഹിയറിംഗ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ സൗണ്ട് ഈസ് റിട്ടൈൻഡ് ഫോർ എ പീരീഡ് ഓഫ് 1/10 seconds, 0.1 second. ദിസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇയർ ദ പെർസിസ്റ്റൻസ് ഓഫ് ഓഡിയബിലിറ്റി. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ആ സൗണ്ട് നമ്മുടെ ചെവിയിൽ 0.1 സെക്കൻഡ് സമയം തങ്ങി നിൽക്കും. എന്ത് സൗണ്ട് നിങ്ങൾ കേട്ടോട്ടെ, എന്ത് സൗണ്ട് നിങ്ങൾ കേട്ടാലും ആ സൗണ്ട് നിങ്ങളുടെ ചെവിയിൽ എത്ര മിനിറ്റ് സമയം തങ്ങി നിൽക്കും? 0.1 സെക്കൻഡ് സമയം നിങ്ങളുടെ ചെവിയിൽ തങ്ങി നിൽക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പെർസിസ്റ്റൻസ് ഓഫ് ഓഡിയബിലിറ്റി എന്ന് വിളിക്കുക. ഓക്കെ, അതാണ് പെർസിസ്റ്റൻസ് ഓഫ് ഓഡിയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഇതിൽ പറയുന്നത്, അങ്ങനെ പെർസിസ്റ്റൻസ്, അങ്ങനെ സൗണ്ട് ചെവിയിൽ ഇങ്ങനെ തങ്ങി നിൽക്കുമ്പോഴാണ് മറ്റേ പ്രശ്നം ഉണ്ടാവുക, അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിച്ചേരുന്ന പ്രശ്നം ഉണ്ടാവുക. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിച്ചേർന്ന് കഴിഞ്ഞാലാണ് റിവർബ്രേഷൻ എന്നാണ് നമ്മൾ വിളിക്കുക. ഒരുപാട് സൗണ്ടുകൾ നമ്മുടെ ചെവിയിൽ വെച്ചിട്ട് കൂടിച്ചേരും. ഇതിനെയാണ് നമ്മൾ റിവർബ്രേഷൻ എന്ന് വിളിക്കുക. ഓക്കെ, നെക്സ്റ്റ് ആണ് എക്കോ. എന്നാൽ അതേ സ്ഥാനത്ത് എക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സൗണ്ട് ഉണ്ടാക്കി, അതപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ കേൾക്കുമല്ലോ. എന്നിട്ട് അത് കുറച്ച് സമയം കഴിഞ്ഞിട്ട്
ഒരു നമ്മുടെ ചെവിയിൽ 1/1 സെക്കൻഡ് അല്ലെങ്കിൽ 1/10 സെക്കൻഡ് സമയം എല്ലാ ചെവിയിൽ നമ്മളെ ചെവിയിൽ തങ്ങി നിൽക്കുക. നമ്മുടെ ചെവിയിൽ നിന്ന് പോയതിന് ശേഷം വീണ്ടും അതേ സൗണ്ട് തന്നെ നമ്മൾ കേൾക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പാടത്തൊക്കെ ഒരു സൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ആ സൗണ്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും കേൾക്കാൻ പറ്റും, അതിൻ്റെ എക്കോ കേൾക്കാൻ പറ്റും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എക്കോ എന്ന് പറയുക. റിവർബറേഷൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ അതിൻ്റെ റിഫ്ലക്റ്റ് ചെയ്തിട്ട് കേൾക്കുന്നതാണെങ്കിൽ നമുക്കൊന്നും തിരിയാണ്ടാവുന്നതിനെയാണ് റിവർബറേഷൻ എന്ന് പറയുക. എക്കോ എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് വീണ്ടും നമുക്ക് റിഫ്ലക്ഷൻ ചെയ്തിട്ട് കേൾക്കുന്നതിനെയാണ് എക്കോ എന്ന് പറയുക. Echo is the phenomena of hearing a sound by reflection from a surface or obstacle after hearing the original sound. ഒറിജിനൽ സൗണ്ട് കേട്ടതിന് ശേഷം വീണ്ടും അത് കേൾക്കുന്നതിനെയാണ് എക്കോ എന്ന് പറയാം. എക്കോസ്റ്റിക്സ് ഓഫ് ബിൽഡിംഗ്, ഇതിൻ്റെ ഒരു പ്രോബ്ലം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഇത്രയേ ഉള്ളൂ ഇവിടുന്ന് മനസ്സിലാക്കാൻ. പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ സ്പീഡ് ഓഫ് സൗണ്ട് കാണാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര ട്രാവൽ ചെയ്ത് നോക്കുക, അതിന് ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ഡിസ്റ്റൻസ് 2D/2 എന്ന് കിട്ടും. അങ്ങനെ എത്ര ഡിസ്റ്റൻസ് ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് D=VT/2 എന്ന് പറയുന്ന ഇക്വേഷൻ കൊടുക്കാൻ പറ്റും. ഓക്കെ, acoustics of building. Have you seen that? acoustics of building എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്കോ റിവർബറേഷൻ ഒഴിവാക്കിയിട്ട് എക്കോ ആവണമെന്നുണ്ടെങ്കിൽ മിനിമം നമ്മളും അല്ലെങ്കിൽ നമ്മൾ സൗണ്ടിൻ്റെ സോഴ്സും അതുപോലെ തന്നെ റിഫ്ലക്റ്റിംഗ് സർഫേസും തമ്മിൽ 17 മീറ്റർ നീളം ഉണ്ടായിരിക്കണം കേട്ടോ. എത്ര മീറ്ററാണ്? 17 മീറ്റർ. ഓക്കെ, അപ്പോൾ എക്കോസ്റ്റിക്സ് ഓഫ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ നോക്കുക. എക്കോസ്റ്റിക്സ് ഓഫ് ബിൽഡിംഗ് ഈസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് എ കണ്ടീഷൻ ടു ബി ഫുൾഫിൽഡ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് എ ബിൽഡിംഗ് ഫോർ ക്ലിയർ ഓഡിബിലിറ്റി. ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ അതിനുള്ളിൽ സൗണ്ട് മര്യാദക്ക് കേൾക്കാൻ വേണ്ടി ചെയ്യാവുന്ന കാര്യങ്ങളെയാണ് എക്കോസ്റ്റിക്സ് ഓഫ് ബിൽഡിംഗ് എന്ന് പറയാം. നെക്സ്റ്റ് ആണ് അൾട്രാസോണിക് സൗണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചിട്ടുണ്ട്, എല്ലാ സൗണ്ടും നമുക്ക് കേൾക്കാൻ കഴിയില്ല. 20 ഹെർട്സിൻ്റെയും 20,000 ഹെർട്സിൻ്റെയും ഇടയിലുള്ള സൗണ്ട് മാത്രമേ നമുക്ക് കേൾക്കാൻ കഴിയുള്ളൂ. എന്നാൽ 20,000 ഹെർട്സിന് മുകളിൽ നമുക്ക് കേൾക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം ശരിയാണ്. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് അൾട്രാസോണിക് സൗണ്ട് എന്ന് വിളിക്കാറൊക്കെ ഉണ്ട്. എന്താ വിളിക്കുക? അൾട്രാസോണിക് സൗണ്ട്. ഈ അൾട്രാസോണിക് സൗണ്ടിൻ്റെ കുറച്ച് ഉപയോഗങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്ന് വായിച്ചു നോക്കുക. Ultrasonic waves are used to clean spiral tubes, machine parts without a definite shape, and electronic component. Object to be cleaned and dipped in the cleaning solution. Ultrasonic waves are passing through this solution. Due to high frequency of vibration of ultrasonic wave, dust and grease-like substance get detached and removed from the object. അൾട്രാസോണിക് സൗണ്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അൾട്രാസോണിക് സൗണ്ട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാകും? അൾട്രാസോണിക് വേവ്സ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാവും? അതിന് നമുക്ക് ഇതുപോലെ മെഡിക്കൽ യൂസിന് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ മറ്റു ഉപകരണങ്ങൾ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതാണ് ഒരു ഉപയോഗം. അൾട്രാസോണിക് വേവ്സ് ആർ യൂസ്ഡ് ടു ഡിറ്റക്ട് ക്രാക്ക് ആൻഡ് ഫ്ലോസ് ഇൻ ലാർജ് മെറ്റൽ ബ്ലോക്ക്. അപ്പോൾ എന്തെങ്കിലും ഒരു മെറ്റൽ ബ്ലോക്കിൽ എന്തെങ്കിലും പൊട്ടുണ്ടോ ഇതുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എക്കോ കാർഡിയോഗ്രഫി. അൾട്രാസോണിക് വേവ്സ് ആർ യൂസ്ഡ് ഫോർ ടേക്കിംഗ് ഇമേജസ് ഓഫ് ഹാർട്ട്. ദിസ് ഇസ് നോൺ ആസ് എക്കോ കാർഡിയോഗ്രഫി. ECG എടുക്കാമെന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ? ECG എടുക്കാൻ പറ്റും. എക്കോ കാർഡിയോഗ്രഫി. അൾട്രാസോണോഗ്രഫി. Ultrasonic waves are used to getting images of internal organs such as kidney, liver, gallbladder. അപ്പോൾ അൾട്രാസോണോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആന്തരിക അവയവങ്ങളുടെ ചിത്രമെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. നെക്സ്റ്റ് ആണ് സോണാർ. സൗണ്ട് നാവിഗേഷൻ ആൻഡ് റാങ്കിങ്. നമ്മൾ കടലിൻ്റെയൊക്കെ ആഴമളക്കാൻ കപ്പലിൽ ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് സോണാർ. സോണാറിൻ്റെ ഫുൾ ഫോം ഒന്ന് ഓർത്ത് വയ്ക്കുക. സോണാർ, സൗണ്ട് നാവിഗേഷൻ ആൻഡ് റാങ്കിങ്. Okay. Seismic wave and tsunami. Seismic waves are formed in nature and responsible for disaster. Earthquakes cause large-scale destruction in several regions of the world. Seismic are this wave energy traveling through earth layers of result of earthquakes. സീസ്മിക് വേവാണ് എർത്ത് കാരണമായിട്ടുള്ള വേവ്. അത് മനസ്സിലാക്കുക. എർത്ത് കാരണമായിട്ടുള്ള വേവ് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? സീസ്മിക് വേവാണ് എന്ന് പറയാൻ പറ്റും. സിസ്മോളജി ഈസ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് സീസ്മിക് വേവ്.
എർത്ത് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്കെയിൽ ഏതാ? റിച്ചർ സ്കെയിലാണ് കേട്ടോ. ഓക്കെ, അത് തന്നെയാണ് അതിനെ കുറച്ച് വലിച്ചു നീട്ടി പറഞ്ഞതാണ്. ഇത്രയാണ് നമുക്കിതിൽ പറയാനുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സുകളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സുകൾ പഠിക്കുക. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊക്കെ എന്ത് ചെയ്യുക, നോട്ടിൽ എഴുതുക കേട്ടോ. ഈ നീല ബോക്സിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ നോട്ടിൽ എഴുതി വയ്ക്കുക. ഇതുപോലെ തന്നെ എന്തെങ്കിലും ഭാഗം ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുകയും ചെയ്യാം. അപ്പോൾ ഓക്കെ, ടെക്സ്റ്റ് നല്ലോണം വായിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇതോടുകൂടി നമ്മളെ ഫിസിക്സ് കഴിഞ്ഞു, എല്ലാ ചാപ്റ്ററും നമ്മൾ എടുത്തു കഴിഞ്ഞു. അപ്പോൾ ഓക്കെ, താങ്ക് യു.